ചേലക്കര ടൗണിൽ വീടിനും മറ്റും അനുയോജ്യമായ 40 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെ വെങ്ങാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ്, മാവ്, മറ്റ് ഫലവൃക്ഷങ്ങൾ, കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9447269871. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡിൽ അനധികൃതമായി പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങൾക്ക് പിഴയിട്ട് ഷൊർണൂർ പോലീസ്. നോ പാർക്കിംഗ് ബോർഡിന് മുന്നിൽ നിർത്തിയിട്ട 30-ലധികം വാഹനങ്ങൾക്കാണ് പിഴയിട്ടത്. ബസ് സർവീസ് ഉൾപ്പെടെ നടത്തുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാന പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് പോലീസ് റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ പോലീസ് നിർദ്ദേശം മറികടന്ന് റോഡരികിൽ നിർത്തിയിട്ട 30-ലധികം ഇരുചക്ര വാഹനങ്ങൾക്കാണ് പോലീസ് പിഴയിട്ടത്. ഒരു വാഹനത്തിന് 250 രൂപ എന്ന നിരക്കിലാണ് പിഴ. പുതിയ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം വരെ വാഹനങ്ങൾ നിർത്തിയിടരുത് എന്നാണ് പോലീസ് നിർദ്ദേശം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് റോഡിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷന് 2 ഭാഗത്തായി വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും വാഹനങ്ങൾ വഴിയിൽ നിർത്തിയിടുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അടുത്ത ദിവസങ്ങളിലും അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ.